ഇവിടെ ഇപ്പോൾ നമ്മളെ ഹദീസ് ഒരു വിജ്ഞാന സ്രോതസ്സായി ഇസ്ലാമിലെ ഒരു അടിത്തറയായി പ്രമാണമായി നമ്മൾ എടുക്കുമ്പോഴും അത് നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ഖുർആൻ പോരെ, ഖുർആനിൻ്റെ ഒരു പ്രധാന പ്രമാണം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന, എന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി ശബ്ദമുയർത്തുന്ന ചില അപശബ്ദങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ചാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തള്ളിക്കളയാൻ വേണ്ടി സാധാരണയായി ആളുകൾ പറയുന്ന ഒരു ദുർന്യായമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ എന്തിനാണ് ഒരു രണ്ടാം പ്രമാണം, മറ്റു പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ഒരു അഡീഷണൽ പ്രമാണത്തിൻ്റെ ആവശ്യമെന്താണ് എന്ന് ചില വിമർശകന്മാർ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിച്ച ഒരു മനുഷ്യൻ, അയാൾ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് അല്ലാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന വഹയികളിൽ ഗ്രന്ഥരൂപത്തിലുള്ള വഹയികളുമുണ്ട്, ഗ്രന്ഥരൂപത്തിൽ അല്ലാത്ത വഹയികളും ഉണ്ട്. ഉദാഹരണമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ ഗ്രന്ഥരൂപത്തിലുള്ള വഹയാണ് തൗറാത്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ദൗത്യവുമായിക്കൊണ്ട് ആദ്യം കടന്നു ചെല്ലുന്ന ഫിർഔൻ എന്ന് പറയുന്ന വലിയ ഭരണാധികാരിയും അതിക്രമികാരിയായിട്ടുള്ള ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോൾ ഒരിക്കലും തൗറാത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. എന്നു മാത്രമല്ല, അള്ളാഹു പഠിപ്പിക്കുന്നു വലഖദ് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊല. ഫിർഔൻ അടക്കമുള്ള ആളുകളെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു തൗറാത്ത് കൊടുത്തത് എന്നതാണ്. അപ്പോൾ തൗറാത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല ഫിർഔൻ മുസ്ലിം ആകാതിരുന്നത്. നേരെ മറിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു വേദഗ്രന്ഥത്തിന് പുറമെ നൽകിയിട്ടുള്ള വഹയികളെ സ്വീകരിക്കാത്തതിൻ്റെ കാരണത്താലാണ്. ഇവിടെയും അത് തന്നെയാണ് വിഷയം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ വഹയിയായി നൽകി. പക്ഷേ ആ വിശുദ്ധ ഖുർആനിന് പുറമെയും ഒരുപാട് വഹയികൾ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 17 മാസത്തോളം ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പ്രവാചകൻ നമസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു ആദ്യം ഇസ്ലാമിൻ്റെ ഖിബില. പക്ഷെ അതിന് ശേഷമാണ് കഅബയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബിലയെ മാറ്റിയത്. കഅബയിലേക്ക് ഖിബില മാറണമെന്ന് വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും ആ കൽപ്പന. പക്ഷേ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെന്നൊരു കൽപ്പന അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. അപ്പോൾ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുള്ള ഇതര വഹികളിലൂടെയാണ് അള്ളാഹു അത് നൽകിയത്. ആ വഹിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അത് നിർവഹിച്ചതും. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന് പുറമെയും പ്രവാചകന് വഹിയുണ്ട് എന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഖുർആനിന് പുറമെയുള്ള വഹയികളെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് വിശ്വാസിക്ക് തർക്കിക്കാൻ വകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ വാച കർമ്മണ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി
ജീവിതത്തിൽ ഹദീസുകളെ മാറ്റി നിർത്താൻ പറ്റുകയില്ല. അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ അവന് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം. പ്രവാചകരെ, ഈ ഖുർആൻ താങ്കൾക്ക് വിശദീകരിക്കാൻ വേണ്ടി ദിക്റിനെ നാം ഇറക്കിയിരിക്കുന്നു. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ. ഈ ഖുർആനിനെയും ഹിക്മത്തിനെയും നാം താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നു. വളരെ വ്യക്തമായി സൂറത്തുൻ നിസായിലെ 13-ാമത്തെ ആയത്തിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഇറക്കിക്കൊടുത്തതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്താകുന്ന ഹദീസുകൾ. അപ്പോൾ ഖുർആൻ മാത്രം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിക്കൊടുത്ത വഹയിൻ്റെ മഹാഭൂരിപക്ഷത്തെയും അയാൾ അവഗണിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അറബി ഭാഷ മാത്രം അറിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനസ്സിലാകുമോ? ഒരിക്കലുമില്ല. അറബി ഭാഷ നന്നായി അറിയുന്ന, അതിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബത്തും അതുപോലെ തന്നെ പ്രവാചകന്റെ അനുയായികളും. പക്ഷെ അവർക്ക് പോലും പലപ്പോഴും പല വിഷയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുമ്പോൾ, ഉദാഹരണമായിക്കൊണ്ട് സൂറത്തുൽ അൻആം 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ എന്ന ആയത്തിറങ്ങി. വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തോട് അതിക്രമം ദുൽമ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അമ്നുണ്ട്, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് ആയത്തിറങ്ങിയപ്പോൾ പ്രവാചകന്റെ സഹാബത്തിന് വലിയ ബേജാറുണ്ടായി. ഞങ്ങളിൽ ആരാണ് വിശ്വാസികളായിക്കൊണ്ട് ദുൽമ ചെയ്യാത്തവർ? അപ്പോൾ പ്രവാചകൻ അവരെ സമാശ്വസിപ്പിക്കുകയാണ്. അവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശം നിങ്ങൾ വിചാരിക്കുന്ന അറബി ഭാഷാ നിയമപ്രകാരമുള്ള ദുൽമല്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ ശിർക്കാകുന്ന അക്രമമാകുന്നു ഇവിടെ ഉദ്ദേശമെന്ന് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. അപ്പം അറബി ഭാഷ അറിയുന്നവർക്ക് പോലും ഒരു പ്രവാചകന്റെ വിശദീകരണമില്ലാതെ ഇത് മനസ്സിലാക്കുക സാധ്യമല്ല. അപ്രകാരം തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ മാത്രം മതി എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവരോട് സ്നേഹബുദ്ധി നമുക്ക് ചോദിക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. പ്രവാചകന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളിങ്ങനെ ഓതി മുന്നോട്ട് പോകുമ്പോൾ പല ചരിത്രങ്ങളും നമ്മൾ കാണുന്നു, പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നു. ഉദാഹരണമായി സൂറത്തുൻ നൂറിലെ 11-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. ഈ ഒരു കള്ളവാർത്ത കൊണ്ടുവന്നത് നിങ്ങളിലുള്ള ഒരു സംഘമാകുന്നു. ഏതാണ് ഈ കള്ളവാർത്ത? ഏതാണ് ഈ സംഘം? ഇത് ആരെക്കുറിച്ച് ഇറങ്ങിയതാണ്? ഇത് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരേക്കും പരതിയാൽ കിട്ടുകയില്ല. അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ലെന്നല്ല. നേരെ മറിച്ച് അതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം പ്രവാചകന്റെ ഹദീസുകളിലാണ് ഉള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 5312-ാമത്തെ ഹദീസിൽ ഈ ആയത്തിൻ്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചില കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തിയ അപവാദവുമായി കൊണ്ട് ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ 222-ാമത്തെ ആയത്തിൽ സ്ത്രീകളുടെ അശുദ്ധിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, വലാ തഖറബൂഹുന്ന ഹത്താ യത്ഹുർന. നിങ്ങൾ അവരെ സമീപിക്കാനേ പാടില്ല, അവർ അടുത്തേക്ക് പോലും പോകരുത്, അവർ ശുദ്ധിയാകുന്നത് വരെ. ഈ ആയത്തിൻ്റെ ബാഹ്യമായ അർത്ഥം എന്താണ്? ഒരു അശുദ്ധിയുള്ള സ്ത്രീയുടെ അടുത്തേക്കൊരു പുരുഷൻ കടന്നു ചെല്ലാൻ പാടില്ല എന്നല്ലേ? അവരുടെ കൂടെ ഇരിക്കാനോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനോ നടക്കാനോ ഒന്നും പാടില്ല എന്നതല്ലേ? പക്ഷെ എന്താണ് ഈ വലാ തഖറബൂഹുന്ന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്രവാചകനാണ് വിശദീകരിച്ചിട്ടുള്ളത്. പ്രവാചകൻ അത് വിശദീകരിച്ചു. ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാഹ്. അതുകൊണ്ട് ഉദ്ദേശം അവരുമായിട്ടുള്ള ശാരീരിക ബന്ധം പാടില്ല എന്നേ ഉള്ളൂ. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് തൗബയിൽ 36-ാമത്തെ ആയത്ത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ എന്ന് തുടങ്ങിയ ആയത്ത്, അതിൽ 4 മാസങ്ങൾ പവിത്രമാണെന്ന് പറയുന്നു. ഏതാണ് ഈ 4 മാസങ്ങൾ? അത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4406-ാമത്തെ ഹദീസിൽ വിശുദ്ധ ഖുർആനിൽ അതിന് വിശദീകരണമില്ല. അത് വിശദീകരിക്കേണ്ട ബാധ്യത ആ വഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഹദീസുകളായിക്കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഒരു ഖുർആൻ കൊടുത്ത് പോയി. പ്രവാചകൻ അത് ആളുകൾക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്തു. ഒരു വിശദീകരണം ആവശ്യമില്ലെങ്കിൽ
എന്തിനാണ് ഒരു പ്രവാചകനെ മനുഷ്യനായിക്കൊണ്ടൊരു പ്രവാചകൻ അള്ളാഹു അയച്ചത്? അതെനിശ്ചയമില്ലല്ലോ. പ്രവാചകൻ അവരിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഈ ഖുർആൻ പ്രാവർത്തികമായി മാനുഷികമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് മനുഷ്യന്മാർക്ക് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. ഭൂമിയിൽ മനുഷ്യന്മാരല്ല മലക്കുകളായിരുന്നെങ്കിൽ ഒരു മലക്കിനെ പ്രവാചകനായി നിയോഗിക്കുമായിരുന്നു. മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരിലേക്ക് മനുഷ്യൻ പ്രവാചകനായി വരണം. കാരണം അദ്ദേഹത്തിന് കിട്ടിയ വഹയികൾ മാനുഷികമായ രീതിയിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി മാത്രവുമല്ല, ഈ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഈ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പ് ആരിൽ നിന്നാണ് നാം സ്വീകരിക്കേണ്ടത്? ഈ ഖുർആനിൻ്റെ ഒരു ജീവിക്കുന്ന മോഡൽ ആര് നമുക്ക് പ്രകടിപ്പിച്ച് കാണിച്ചു തരും? അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, വിശുദ്ധ ഖുർആനിനെ ജീവിക്കുന്ന പതിപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവിതത്തിൻ്റെ പതിപ്പിനെ മാറ്റി നിർത്തിയാൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മാത്രവുമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അതിലൊന്നും കൃത്യമായൊരു വെളിച്ചം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഖുർആൻ അതിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം നിങ്ങൾ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഒറ്റ ഉദാഹരണം പറയാം. നമസ്കരിക്കണമെന്ന് അല്ലാഹു പറയുന്നു. അതിന് രൂപം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമസ്കാരത്തിൽ മറവ് സംഭവിച്ചു. ഒരാൾ 4 റക്അത്തിന് പകരം 2 റക്അത്ത് നമസ്കരിച്ചു, അല്ലെങ്കിൽ 2 റക്അത്തിന് പകരം 3 റക്അത്ത് നമസ്കരിച്ചു. എന്താണ് അയാൾ ചെയ്യേണ്ടത്? അത് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ കടന്നു പിടിച്ച് ചുംബിച്ചാൽ അത് വ്യഭിചാരമാകുമോ? അതെവിടെ നിന്ന് കിട്ടും? എന്താണ് വ്യഭിചാരമെന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അത് ഏതൊക്കെ രീതിയിലാണ് വ്യഭിചാരങ്ങൾ കടന്നു വരിക? അതിൻ്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിലാണുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഫൽ ഐനാനി സിനാഹുമുൻ നദറു, 2 കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. കാതുകൾക്ക് വ്യഭിചാരമുണ്ട്, അത് കേൾവിയാണ്. നാവിന് വ്യഭിചാരമുണ്ട്, അത് സംസാരിക്കലാണ്. കൈകൾക്ക് വ്യഭിചാരമുണ്ട്, അത് പിടിക്കലാണ്. എന്നിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ ഖുർആനും സ്വീകരിക്കാത്തവനാണ്. എന്തുകൊണ്ട്? ആ ഖുർആനിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമല്ലാത്ത, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള ഒരു മുസ്ലിമല്ലാത്ത മുസ്ലിമല്ലാത്തൊരു വ്യക്തിക്ക് പോലും യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ ഹദീസുകളുടെ ആധികാരികതയും അതിൻ്റെ ആവശ്യകതയും കൃത്യമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടും. മലയാളത്തിൽ ഏറെ അറിയപ്പെട്ട എഴുത്തുകാരനാണ് സക്കറിയ. ചേകനൂർ മൗലവിയുടെ വധവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് 2000 ആഗസ്റ്റ് മാസത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിൽ എന്താണ് ഹദീസിൻ്റെ ആധികാരിക, എന്തുകൊണ്ടാണ് ഞാൻ ഹദീസുകളെ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി കൊണ്ട് തുറന്നു പറയുന്നുണ്ട്. ചേകനൂർ മൗലവിയോട് എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം, അയാൾ വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞ് അവസാനം വിശുദ്ധ ഖുർആൻ തന്നെയും സ്വീകരിക്കാതെ എല്ലാ മതങ്ങളും സത്യമാണ് എന്ന വാദത്തിലേക്ക് എത്തിത്തീരുകയാണ്. അത് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ഹദീസ് നിഷേധികളുടെ പര്യവസാനം ഉണ്ടാവുക. സക്കറിയ എഴുതുകയാണ്, ഇസ്ലാമിൻ്റെ ദർശനത്തെ വളരെ ഉപരിപ്ലവമായി വായനയിൽ കൂടി അല്പമെന്തോ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരുവനാണ് ഞാൻ. ആ അല്പജ്ഞാനം കൊണ്ടായിരിക്കണം ചേകനൂർ മൗലവിയുടെ ചില വീക്ഷണങ്ങളുമായി വളരെ ബാഹ്യവും വെറും വായനക്കാരൻ എന്ന രീതിയിലുമുള്ള നിലപാടിൽ നിന്നുകൊണ്ട് ഞാൻ വിയോജിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രസന്നമായും സമർത്ഥമായും എന്നെ ഗണ്ണിച്ച് നിശബ്ദമാക്കുമായിരുന്നു എന്നെനിക്കറിയാം. എൻ്റെ വിയോജനം മൗലവി ഹദീസുകളോട് പ്രകടിപ്പിച്ച എതിർപ്പിനോടാണ്. ചേകനൂർ മൗലവി ഹദീസുകളോട് എതിർപ്പ് പഠിപ്പിച്ചത് എനിക്കിഷ്ടമല്ല. അദ്ദേഹം പറയാൻ, അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതൻ്റെ ചിന്തയോട് സിദ്ധാന്ത തലത്തിൽ വിയോജിക്കാൻ എനിക്ക് യാതൊരു ശേഷിയുമില്ല. പക്ഷെ ഞാൻ ഹദീസുകളെ പിന്തുണക്കുന്നത്
അവയിലൂടെയാണ് മുഹമ്മദ് എന്ന മഹത്തായ പ്രവാചകനെ മാത്രമല്ല മുഹമ്മദ് എന്ന മഹാനും അസാധാരണനുമായ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയത് എന്നതിലാണ്. ഖുർആൻ മാത്രം വായിച്ച് എനിക്ക് ഇസ്ലാമുമായോ മുഹമ്മദ് പ്രവാചകനുമായോ മാർഗമായ അടുപ്പവും ചായവും സ്നേഹവും ആദരവും ഉണ്ടാകുമായിരുന്നില്ല. എം.എൻ. കാരശ്ശേരി മലയാളത്തിലാക്കിയ ഹദീസുകളാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നെ ഞാൻ മൂല്യഗ്രന്ഥങ്ങൾ പലതും വായിച്ചു തീർത്തു. അപ്പോഴാണ് നമ്മെപ്പോലെ വെയിൽ കൊണ്ടും തണുത്തും വിയർത്തും വിശന്നു വലഞ്ഞും സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും സ്നേഹിച്ചും ജീവിച്ച ഒരു മനുഷ്യൻ ആ ജീവിക്കുന്ന പ്രവാചകൻ അങ്ങനെ ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞത്. മുണ്ടുടുക്കുന്നതിൻ്റെ നീളം മുതൽ മൂത്രമൊഴിക്കുന്ന രീതി വരെയും പ്രാർത്ഥനയുടെ ആവശ്യം മുതൽ ഈശ്വരൻ്റെ സ്വഭാവം വരെയും ഒരു പ്രാകൃത ജനതയെ പറഞ്ഞു പഠിപ്പിച്ച് അവരെ സംസ്കാര പാതയിലേക്ക് നയിച്ച ഒരു അതിമാനുഷ്യനെ ഞാൻ ഹദീസുകളിൽ കണ്ടുപിടിച്ചു. പിന്നീട് ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഖുർആൻ മാത്രം വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, പ്രവാചകൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ ഇതൊന്നും തന്നെ കൃത്യമായിക്കൊണ്ട് അയാൾ ഒരു മുസ്ലിമല്ലാത്ത വ്യക്തിയുടെ ഹദീസിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണിത്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത്രയും കൃത്യമായ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകളെപ്പോലൊരു സംഗതി പോലും ഈ ലോകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ മുഹദ്ദിസിനെ സംബന്ധിച്ചിടത്തോളം, ആ ഹദീസ് പരിശോധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു 21 വിജ്ഞാന ശാഖകളിൽ അയാൾക്ക് പ്രാവീണ്യമുണ്ടായിരിക്കണമെന്നതാണ്. ആ 21 വിജ്ഞാന ശാഖകൾ മനസ്സിലാക്കി അതിലൂടെ കൃത്യമായ പരിശോധനകൾ കടന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് സ്വഹീഹായ രീതിയിൽ പ്രാമാണികമായിക്കൊണ്ട് കടന്നു വരുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് വഹയാണ്. അത് ഖുർആനും സുന്നത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹികളാണ്. ആ ഖുർആനും സുന്നത്തും ഒരുപോലെ വഹി എന്നുള്ള നിലയിൽ സ്വീകരിക്കലാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. അത് ഒന്ന് സ്വീകരിച്ച് മറ്റതിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ആ ഒന്നിനെപ്പോലും തള്ളുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അത് കൃത്യമായി നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മാഷാ അല്ലാഹ്. നമ്മുടെ മഗ്‌രിബിന് മുമ്പുള്ള സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത് മാത്രം മതി എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഖുർആനിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഒന്നുകിൽ അജ്ഞത, അതല്ലെങ്കിൽ തന്നിഷ്ടം പിന്തുടരാനുള്ള ഒരു വഴി. ഖുർആൻ മാത്രം മതി എന്ന് വാദിച്ചവർ അവസാനം ഖുർആനിനെയും തള്ളി എന്നതാണ് ചരിത്രം എന്നതുകൂടി നമ്മളിതിലേക്ക് കൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്.